വേറെ രീതി കാണിക്കാൻ നോക്കി. അതെ, ചെറുപ്പത്തിൽ ഒടുങ്ങിയിട്ട്. ക്യൂട്ടീസ്. ഓ ഓ അങ്ങനെ പറഞ്ഞാലും ഇവിടെ പോരൂ. சந்தோஷமா தாமல சொல்றேன், போயிட்டு வா. ஏல ஓ மேல சத்தியமா தான் சொல்றேன். പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് റിയാക്ഷൻ ചെയ്യുന്നത് നമ്മളെ സ്വന്തം വിജയണ്ണന്റെ 2000 ഇറങ്ങിയ ഖുഷി മൂവിയാണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ മൂവി ആയിരുന്നു. ഏത് മൂവി ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾക്ക് കമന്റ് വരാറുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ മൂവി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രല്ല നമ്മള് ഏകദേശം ഒരു 3 മാസമായി തോന്നണല്ലേ? കറക്റ്റ് 3 മാസം മുന്നെയാണ് നമ്മള് കുറച്ച് കണ്ടിന്യൂസ് വീഡിയോസ് നമ്മളെ വിജയണ്ണന്റെ മൂവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ശരിക്കും ഇപ്പൊ തിരിച്ചു വരുന്നത്, അതായത് വിജയണ്ണന്റെ മൂവിയായിട്ട് തിരിച്ചു വരുന്നത് അല്ലെ. ആൻഡ് മൂവിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ എസ് ജെ സൂര്യ. എസ് ജെ സൂര്യ നമ്മൾ കണ്ടേക്കണ ആക്ടിങ് സംഭവങ്ങളാണ്. ആൻഡ് അദ്ദേഹം ഡയറക്ട് ചെയ്യുന്ന സാധനം ഞാൻ ഇതിനിടക്കാണ് അറിഞ്ഞത് കേട്ടോ. ഞാനും അതെ, കാരണം വെച്ചാൽ ഞാനിപ്പോ ഷോക്കിംഗ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവരിപ്പോഴാണ് അറിയുന്നത്. കാരണം ഞാനിപ്പോഴും അറിയുന്നത് അദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള സംഭവം. കാരണം ഇപ്പൊ അദ്ദേഹത്തിന്റെ റീ എൻട്രി വന്നതിന് ശേഷമാണ് ശരിക്കും ഞാൻ അദ്ദേഹത്തിന്റെ സ്കിൽസ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അദ്ദേഹം റീ എൻട്രി വന്നതിന് ശേഷമാണ് ട്രെൻഡ് ആയത്. കാരണം പണ്ടൊക്കെ ഞാൻ ഏതൊക്കെയോ സൺ ടിവിയിലൊക്കെ മൂവീസ് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിലുള്ള, പക്ഷെ എനിക്ക് ആ സമയത്ത് അങ്ങനെ വലിയ ഇഷ്ടപ്പെടാറില്ല. വേറെ ടൈപ്പ് സിനിമകളാണ്. കാരണം വെച്ചാൽ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എസ് ജെ സൂര്യയുടെ ഏതോ 1-2 മൂവിനെ പറ്റി ഇങ്ങനെ ഡിസ്കഷൻ ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു ഒരു വെറുപിടിച്ച പോലെ അല്ലേ. ഞാൻ എന്തൊക്കെയോ 1-2 സീനുകൾ കണ്ടിട്ടുള്ളൂ, പക്ഷെ എനിക്ക് അത്ര വലിയ താല്പര്യം തോന്നിയിട്ടില്ല. നമുക്ക് എന്താ പറയാ, പെട്ടെന്ന് ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം അല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ റീ എൻട്രി നമ്മൾ 2ാം വരവില് അദ്ദേഹം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. എത്രത്തോളം അദ്ദേഹത്തെ എന്താ പറയാ ഒരു ചെറിയൊരു ഹെയ്റ്റ് ഒക്കെ മനസ്സിലുണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ട് പോസിറ്റീവ് ആക്കി മാറ്റി. അത് മാത്രമല്ല അദ്ദേഹം മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളും ഇപ്പൊ ഡിസ്കഷൻ ആയി. ഡയറക്ഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്, അതും ഹിറ്റായ പടങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പടത്തിനെ കുറിച്ച് ഞാൻ കേട്ടേക്കുന്നത് ഇതൊരു കംബാക്ക് പടമായിരുന്നു വിജയണ്ണനിലെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഏതോ ഒരു കമന്റിൽ നമുക്ക്, അതായത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോ തന്നെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. നമുക്കറിയാം വിജയ് പ്ലസ് ജ്യോതിക കോംബോ ആണ്. ആൻഡ് വി ഹാവന്റ് വാച്ച്ഡ് ദിസ് കോംബോ അല്ലേ. നമ്മള് മൂവി കണ്ടിട്ടില്ല, അതാണ് കാര്യം. ഇതിലെ പാട്ടുകളൊക്കെ 1-2 കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് മൂവി കണ്ടിട്ടില്ല. ഇതിനകത്ത് പാട്ടുകളുടെ വിഷ്വല് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈ ഒരു മൂവി ഇറങ്ങിയ ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര ആക്സസ് ഉണ്ടായിരുന്നില്ല ടി വി കേട്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ഞാൻ പക്ഷെ കുറെ കേട്ടിട്ടുണ്ട് ഈ ഒരു മൂവിനെ പറ്റിയിട്ട്. അത് കാണാനുള്ളൊരു അവസരം കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനത്തെ ഒരു ജോണർ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഭയങ്കര ട്രെൻഡായിരുന്നു ഈ സംഭവം. ഞാൻ കേട്ടിട്ടുണ്ട് കുറെ. അതായത് ആ ഒരു ടൈമിലുള്ള യൂത്തന്മാരൊക്കെ ഫുള്ള് ഒരു ഖുഷി വൈബിലായിരുന്നു. കേട്ടിട്ടില്ലേ മറ്റേ ഏത് സിനിമയിലായിരുന്നു, കോമാളിയിലും പിന്നെ അങ്ങനെ കുറെ സ്ഥലത്തൊക്കെ ഈ ഖുഷിനെ കുറിച്ചൊരു ഡിസ്കഷൻ നടക്കാറുണ്ട്. കുറെ സിനിമകൾ നമ്മള് ഏതൊക്കെയോ സിനിമ മന്മഥനിലും പറയുന്നുണ്ട് അല്ലെ. കുറെ പടത്തിൽ ഇതിന്റെ റെഫറൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മള് റിയാക്ഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലും പല മൂവീസിൽ ഉപയോഗിക്കുന്ന നമുക്കറിയാം. അതിനൊരു റേഞ്ച് അത് വെച്ചിട്ടുണ്ട്. ആ ഒരു സംഭവം വെച്ചോണ്ടാണ് അത് പിന്നെ റെഫറൻസ് വരുന്നത്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ദേവ തന്നെ അദ്ദേഹമാണ്. കാരണം നമ്മൾ ഇതിനു മുന്നേ അദ്ദേഹത്തിന്റെ വേറെയും പടങ്ങൾ ചെയ്തിട്ടുണ്ട് മ്യൂസിക്കിലുള്ള. ആൻഡ് പാട്ടുകൾ അത്രയും ഹിറ്റാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താണ്. അത് മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ജ്യോതിക കുറച്ചും കൂടി സ്കോർ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. കാരണം ഫിലിം ഫെയർ അവാർഡ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് സംതിങ് ലൈക്ക് ഡിഫറെന്റ് അതാണ്. കാരണം പിന്നെ വേറെ അത് മാത്രമല്ല, വാലി എന്ന് പറയുന്ന മൂവി എസ് ജെ സൂര്യയുടെ മൂവിയാണ്, ഫസ്റ്റ് മൂവി അതാണ്. അപ്പൊ എന്തായാലും ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനിരിക്കുന്നു എസ് ജെ സൂര്യ എന്ന് പറയുന്ന അദ്ദേഹത്തെ. ശരിക്കും ഞാൻ പേഴ്സണലി ഇപ്പൊ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് എത്രത്തോളം ഞാൻ ഹേറ്റ് ചെയ്തിരുന്നു അതിന്റെ അതുക്കും മേലെ ഞാനിപ്പോ ഇഷ്ടപ്പെടുന്നു വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ ഡയലോഗിന്റെ തലവരെ ആ സാധനം തന്നെ മതിയല്ലേ, വേറൊന്നും പറയാനില്ല. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആ ഒരു ഫസ്റ്റ് ഇൻട്രോ സീൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഖുഷി ഇൻട്രോ അല്ലെ, റെഡി അല്ലേ? മഞ്ഞും പൂക്കളും എന്തൊക്കെയുണ്ടല്ലോ, മഴവില്ല്, ഫുള്ളൊരു കളർ അല്ലേ. ഒരു കളർ ജോണർ കാണിച്ചെന്നാണ് ആണോ?
private nursing home. Maternity. നോർത്തിലാണ്. വിജയനല്ലേ എഴുതിയോടെ? വിജയൻ എഴുതിയത്. മറ്റേ തന്നെ കൽക്കത്തയിലാന്ന് തോന്നുന്നു. മറ്റേ സ്ലാങ് ബംഗാളിയാണ്. ബാലോചേന എന്നൊക്കെ പറഞ്ഞു. സ്റ്റാർട്ടിങ് ഇങ്ങനെയാണോ? വേറെ സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. വേറെ സ്ഥലമാണല്ലോ. അവർ രണ്ടുപേരെയും കാണിക്കുമ്പോഴാണ് അത് കാണിക്കുന്നത് കേട്ടോ. അവിടെ ജനിച്ചത് വിജയണ്ണൻ. ഇവിടെയും ചോദിക്കാൻ ഓരോ ദിവസമാണോ ഇനി? ചിലപ്പോ രണ്ട് ലൊക്കേഷൻ ആയിട്ട്. അവിടെ തമിഴിലെന്തോ എഴുതിയാ. ആ ഒരു രീതിയിലാ കാണിക്കുന്നത്. മറ്റവനാണ് ഗില്ലിയിലൊക്കെ ഗില്ലിയിലല്ലേ അവര് അല്ലേ അമ്മ? ഓ അങ്ങനെയാണ്. മീശ ഇല്ല, ബാക്കിയല്ലാതെ മുഖം അമ്മ സ്കോർ ചെയ്യുന്നുണ്ട്. 6 வருஷம் தவம் இருந்து பெற்றாலும் நல்ல தங்க கட்டியாதான் பெற்றிருக்க. அப்பா மீச குத்துதாக்கும். மீச സൈലൻസ് ആണ്. ഒരു ഫീൽ ഗുഡ് വൈബ് അല്ലേ തുടക്കം? இந்த அண்ட சராசரம், அதில் வாழும் உயிர்கள், அதன் வாழ்க்கை முறை எல்லாமே அர்த்தமுள்ளதா இருக்குன்னா அதுக்கு ஒரே காரணம் அந்த உயிர்களுக்குள்ள அன்பு அப்படின்ற ஒரு விஷயம் வெளியோடி இருப்பதுதான். இந்த அன்புன்றது ஒரு தாய்க்கும் மகனுக்கும் உள்ளதா இருக்கலாம், சகோதர பாசமா இருக்கலாம், நட்பா இருக்கலாம், காதலா இருக்கலாம். எது எப்படி இருந்தாலும் ஒரு இளம் வயதில் 20 வயதில் ஒரு ஆணுக்கும் பெண்ணுக்கும் உண்டாகக்கூடிய காதல் தான் நினைப்பதற்கு இனிமையானது, உணர்வதற்கு சுகமானது. அன்பு. வடமேற்கு பகுதியில் கல்கட்டா சிட்டில பிறந்திருக்கக்கூடிய இந்த சிவாவுக்கும் சிவா ഓ നരേഷനാണ്. ഓ ഇവിടെ ചേർച്ച്. தென் பகுதியில் குற்றாலத்திற்கு பக்கத்தில் பைம்பொழி கிராமத்தில் பிறந்திருக்கக்கூடிய இந்த உனக்கு ஜெனிஃபர் என்று பெயரிடுகின்றேன் ஜெனிஃபர் ஆண்டவன் நிச்சயிச்சு வச்சிருக்கான். இயற்கை இவர்களை தான் இணைக்க போகுது. சிவா ஜெனிஃபர் ഒരേ പ്രായമാണ് ഇനി കാണിക്കുന്നത്. ഒരേ പ്രായമാണ്. இவர்கள் மொழியால் வேறுபட்டிருந்த போதும், இனத்தால் வேறுபட்டிருந்த போதும், வாழும் சூழ்நிலையால் வேறுபட்டிருந்த போதும், மதத்தால் வேறுபட்டிருந்த போதும் இவங்களுக்குள்ள பொதுவா ஒரு விஷயம் நிகழப்போகுது. அது என்னன்னா காதல். ഓ ഇനി നടക്കാൻ പോകുന്നതാ പറയുന്നത്. இந்த குழந்தைங்க தான் பின்னாடி லவர்ஸ் ஆக போறாங்க. இவங்களுக்குள்ளதான் இந்த காதல் கதை நடக்க போகுது. இவங்க 2 பேரும் எப்படி சேர போறாங்க, இதாங்க கதை. இவங்கதான் சேர போறாங்க. எப்படி சேர போறாங்க? கிட்டத்தட்ட பல்லாயிரக்கணக்கான
கிலோமீட்டர் டிஸ்டன்ஸ்ல இருக்கக்கூடிய இந்த 2 இதயங்களும் எப்போது இடம் மாறிக்கொள்ளப் போகின்றன. இந்த 2 இதழ்களும் எப்போது முத்தமிட்டுக் கொள்ளப் போகின்றன. Let us see the play. டைரக்டர்ஸ் பிளே. கல்கட்டால தான் கோவில்னா இங்க வந்து மெட்ராஸ்ல பாரு கோவில் அங்க தான் இருக்கு. எங்கேயும் போகுது இங்க தான் இருக்கு. ஓகே Congratulations. ஹாய் wish you both a happy marriage. സ്റ്റാർട്ടിംഗ് ഡിഫറെന്റ് ആണല്ലോ. അവരുടെ കണക്ഷൻ കാണിക്കായിരിക്കുന്നത്. நம்ம ஊருக்கும் மெட்ராஸுக்கும் எவ்வளவு வித்தியாசம் இருக்குன்னு பாரு. இருக்காதா பின்ன? என்ன ரகம் வேணாலும் கிடைக்கும். ஏங்க பச்சைலாம் எடுத்து கொடுங்க. அப்பா அந்த பச்சை கலர் எடு. உங்க அக்கா மகளுக்கு எல்லாம் எடு. அதான் என்ன சேட்டை பண்ற பாருங்க. இதை விட அந்த மஞ்சள் கலர் கூட நல்லா இருக்குல்ல அது எடு. അപ്പൊ തൊട്ടേ കണക്ഷൻ കാണിച്ചല്ലേ. വേറെ രീതി കാണിക്കാൻ നോക്കി. അതെ ചെറുപ്പത്തിൽ ഒടുങ്ങിയിട്ട് 2 ക്യൂട്ടീസ്. ഓ ഏയ് അല്ലേ ആ ഒരു ഫീല്. മറ്റേ പിടിച്ചോ അത് ഭയങ്കര റിയലിസ്റ്റിക്. ഉണ്ട് കുട്ടികളുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര റിയലിസ്റ്റിക്. അങ്ങനെ എടുത്തു. ഓ വിട്ടു പോകുമ്പോഴുള്ള എക്സ്പ്രഷൻ കണ്ടോ. മൈന്യൂട്ട് സൺ. ഫസ്റ്റ് സീനിൽ തന്നെ ഇംപ്രസ് ചെയ്തല്ലോ. മറ്റേ രീതി കാണിക്കണ്ട. കോളേജിൽ നിന്നൊക്കെ അല്ലേ പൊതുവെ മറ്റേ സിനിമകളിലൊക്കെ റൊമാൻസ് വരാം. ജസ്റ്റ് ഒരു അട്രാക്ഷൻ കാണിച്ചാണ്. ജസ്റ്റ് ഒരു കണക്ഷൻ. என்ன அம்மா எங்க ஸ்கூல்ல ஸ்கவுட்ல 10 பேர் செலக்ட் பண்ணிருக்காங்களா? அதுலயே நான் தான் ஃபர்ஸ்ட். அப்படியா? கெட்டிக்கா புள்ள. அப்பா சொல்லிட்டியா? அப்பா எங்க? பின்னால அரவிந்தே இருக்காரு. அப்பா ലൊക്കേഷൻ ഉണ്ടോ? அப்பா எங்க ஸ்கூல்ல ஸ்கவுட்ல 10 பேர் செலக்ட் பண்ணிருக்காங்களா? அதுலயே நான் தான் ஃபர்ஸ்ட். அப்படியா? கெட்டிக்கார புள்ள. பின்ன பாண்டிய முன்ன சும்மாவா? அப்பா நான் மட்டும் இல்லப்பா. எல்லா ஸ்கூல்ல இருந்து எல்லாரும் எக்ஸ்கர்ஷன் போறோம். எக்ஸ்கர்ஷன் பெங்களூர்ல. பெங்களூர்ல? ஆமா. என்ன நோமா? நான் போவேன். போவேன். காலை ஒடிச்சு வச்சா ஒத்த பொட்ட பிள்ளைய பத்தி வச்சிட்டு இருக்க விளையாடிட்டு இருக்க நீ. உங்களே என்ன பிள்ளை பத்திக்க வேண்டாம்னா? ஏய் அப்பா ஏத்தா பேசுற. பெங்களூர் கிடையாது ஒண்ணு கிடையாது. போவேன். பெங்களூரா? பெங்களூர். ഓ ഇതവിടെ ஓண்டிட்டாடா நிக்குதுடா. மோனி கோனே கேனியோ. இக்காச்சிமா. சரிப்பா. ஒண்ணு பேசல பெங்களூர் பேச. இதென்ன தங்காளி? ஸ்கவுட் மீட்ல பெஸ்ட் கேண்டிடேட் நீ பேர் எடுக்கறேனா? டாச்டா நிக்குதுடா. அனே லைட் ஆஃப் போய்களே ஜாலினியோ. ஓகேமா. எத்தனை ஸ்கூல்ல பார்ட்டிசிபேட் பண்ணுது? இந்தியா முழுக்க 100 ஸ்கூல்ஸ். ஸ்கவுட் மீட் தெரியுமா? சரிங்க சார். আরে হ্যাঁ ডিসেম্বর মাস ওয়েস্টার্ন ঘাটে ঠান্ডা হবে। সোয়েটার রেখে দিয়েছি মনে করে পরিস কিন্তু। ஐயோ டேரவி என்னடா உன் வைஃப் அப்படி கெடுத்து வச்சிருக்க? பெங்களூர்ல உள்ள குளிருக்கு ஸ்வெட்டர் மட்டும் தான் வைப்பாங்களா? இதெல்லாம் வைக்க மாட்டாங்களா? എന്തോ പറഞ്ഞവിടെ കട്ട് ചെയ്ത്. സിഗരറ്റ്. ഓ അതാണ്. തണുപ്പാകുമ്പോ മറ്റേ ഇത് മാത്രം മതിയൊന്നു സ്വെറ്റർ. தூங்கிட்டா. அதுக்குள்ள சாப்பிட்டு தூங்கிட்டாளாக்கும். தூங்கிட்டா சாப்பிடல. ഇവിടെ പ്രശ്നാക്കുന്നു. ஏன் சாப்பிடல? ஏன் சாப்பிடல? என்ன கேட்டா? நீங்க பெங்களூர் போகணும்னு சொன்னீங்கல்ல? அத போத்தி போய் படுத்துட்டா. நீ சத்தம் போட்டு சாப்பிட சொல்ல வேண்டியதானே? சொன்ன கேட்டதானே? என்ன நோட்டாதானே? உள்ள சாப்பிடாம கிடக்கு. எனக்கு சாப்பாடு வச்சிட்டு இருக்கேன். ഭയങ്കര ഇഷ്ടമുണ്ട്. പാരന്റ്സ് നല്ല റോൾ ഉണ്ടല്ലോ ഫസ്റ്റ് കുറച്ച് നേരം. കാണിക്കുന്നുണ്ട്.
താഴെ കിടന്നു. ആ മറ്റേത് സ്ട്രൈക്ക്. പിണക്കം, പിണക്കത്തിലെ സ്ട്രൈക്ക്. ഫ്രെയിംസ് ഭംഗിയിൽ കാണിക്കാൻ തോന്നിയിട്ടാ. ജീവ എന്നാണ് സിനിമാറ്റോഗ്രാഫർ. செல்வி சாப்பிடவா? எனக்கு வேண்டாம். ഓ കറക്റ്റ് ആ ഒരു ഇതല്ലേ. நீ சாப்பிடாம அப்பா அப்பாவும் சாப்பிட்டுக்கனால நீ சாப்பிட்டு சந்தோஷமா இருந்தா தானே அப்பாவும் சந்தோஷமா இருப்பேன். என் சந்தோஷத்தை பத்தி நீ எப்பாவது கவலைப்பட்டிருக்கியா? உன் சந்தோஷத்தை பத்தி நான் ஏன் கவலைப்படணும்? ഓ உனக்கு பெங்களூர் போகணும் அவ்வளவுதானே, போயிட்டு வா. அதான் போயிட்டு வான்னு சொல்லிட்டல, அப்படியே அழுவுற. கோச்சுக்கிட்டே சொல்றீங்க, சந்தோஷமாவே சொல்லல. ഓ അങ്ങനെ പറഞ്ഞാലേ വിടൂ. പോരു சந்தோஷமா தாமல சொல்றேன், போயிட்டு வா. உங்க மேல இல்ல, என் மேல சத்தியமா? ஏல ஓ மேல சத்தியமா தான் சொல்றேன். வா சாப்பிட வா. வா செல்லோ, வா 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 வா. ചെറുപ്പത്തിൽ ഒടുങ്ങിയിട്ട് അപ്പൊ ഭയങ്കര ഇതാണ്. கண்ணெல்லாம் செவந்து போச்சே. இருந்தாலும் ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ என்ன மாதிரியே அடம் முடிச்சு சாதிச்சிட்டியே. എഗെയിൻ അവരെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഷുവർ അല്ലേ? അത് മാക്സിമം അവരെ ഡയലോഗ് ഇല്ലാണ്ട് മ്യൂസിക്കിലൂടെ കാണിക്കുന്നത്. മ്യൂസിക്കലി ഓ തമിഴ്നാട് കൽക്കട്ട. ഒരു ഡിഫറെന്റ് വേ അല്ലേ, യൂഷ്വൽ സ്റ്റൈൽ അല്ലാതെ അല്ലേ? என்ன இன்னும் காணோம்? யாரு? சூசையா? என் பொண்ணு செல்வியை சொல்லுதே. அதாங்க நானும் சொல்றேன். சூசை தானே அவட கூட போயிருக்கா. உடனே காணுங்கிற டென்ஷன்ல குழந்தை கிடக்கிறத பாரு. ஒண்ணு கேட்கல, ஒரு ஜோலியை பாரு. செல்வி எங்கடா செல்விய? செல்விய மட்டும் வரலங்கய்யா. எல்லாம் கூப்பல. நீங்க ரயில்ல வரேன்னு சொன்னாலடா, நல்லா பாத்தியா? நல்லா பாத்துட்டேன். செல்வி அம்மா வரல. என்னத்த பாத்துருப்ப? கூட்டத்துல விட்டுருப்ப. ஆமா, பொல்லாத கூட்டம். കുറച്ചുകൂടി പ്രായം போனா போதும் போட்டு வச்சிருக்கான். அதுக்கு ரயில்வே ஸ்டேஷன் பேர் வேற. எவனா தண்ணி குடிக்க இறங்கினாதான் உண்டு. நல்லா பாத்துட்டேன். செல்வி அம்மா வரல. இல்லடா, ബാഗ് அருணா சொன்னாலடா. വന്നെന്ന് ചെറിയൊരു സിഗ്നൽ. എൻ പൊண்ணு வந்துட்டாரா? ഓ വലുതായിട്ട് കാണിക്കുന്നു.